നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പേരാവൂർ കുനിത്തലമുക്ക് നാൽപ്പാടി വായന്നൂർ വെള്ളർവള്ളി റോഡ് നവീകരണം പാതി വഴിയിൽ. ഇരിട്ടി ബസ് സ്റ്റാൻഡിന് സമീപം കാട്ടാനയെത്തി. പുതിയ ബസ് സ്റ്റാൻഡിന് പിറകിലെ പഴശ്ശി പദ്ധതിയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പുതിയ ആദായ നികുതി ബിൽ പ്രകാരം സാമ്പത്തിക ഇടപാടുകളിൽ പാൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. ഏപ്രിൽ 1 മുതൽ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെച്ചു. ആന്റണിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി CPIM. സൂരജ് ലാമയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കണ്ണൂർ കുറ്റിക്കകത്ത് വൻ തീപിടുത്തം. ഗോഡൌൺ കത്തിനശിച്ചു. ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ച് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതി. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷൻ N. വാസുവിന് സ്വാഭാവിക ജാമ്യം. വയനാട് മാനന്തവാടി 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ പ്രതി പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസിനെ പോലീസ് പിടികൂടി. തിരുവല്ല ആലംതുരുത്തിയിൽ +1 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആതിരയാണ് മരിച്ചത്. കാനഡയിലെ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 10 മരണമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടീഷ് കൊളംബിയ മേഖലയിലെ സ്കൂളിലാണ് വെടിവയ്പ് നടന്നത്. മരിച്ചവരിൽ അക്രമിയുമുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 25 പേർക്ക് പരിക്കേറ്റു. ഇടപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് വനിതാ ഡോക്ടറുടെ ലക്ഷങ്ങളുടെ സാധനങ്ങൾ കവർന്ന പ്രതി അറസ്റ്റിൽ. മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കൊല്ലത്തെ തീ തുപ്പുന്ന വാഹനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ്. രജിസ്ട്രേഷൻ റദ്ദാക്കും. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത്. ഇനി കേസിൽ 2 പേരാണ് പിടിയിലാകാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനം. എൽദോസ് കുന്നപ്പള്ളിയും IC ബാലകൃഷ്ണനും മത്സരിക്കും. ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പായി 4 കോടി കിട്ടി. ബാക്കി കണക്കുകൾ പറയേണ്ടത് ദേവസ്വം ബോർഡ്. പ്രതികരിച്ച് വാസവൻ. പൊതുപണിമുടക്ക് കണക്കിലെടുത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെബ്രുവരി 12 നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷ മാറ്റി. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ട് വിജിലൻസ് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് വീട്ടിൽ സൂക്ഷിച്ച 1 കിലോ MDMA പിടികൂടി. ഭാര്യയും ഭർത്താവും കൂട്ടാളിയും ഉൾപ്പെടെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ടൂറിസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ച് 18 പേർക്ക് പരിക്ക്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മൊബൈൽ സ്ക്രീൻ ഗാർഡിനുള്ളിൽ അണനിക്കുഞ്ഞ് ലോക്കായത് എങ്ങനെ? സംഭവത്തിൽ ഞെട്ടൽ മാറാതെ മൊബൈൽ ഷോപ്പ് ഉടമയും ജീവനക്കാരും. ദേശീയ ഗാനത്തിനും വന്ദേ മാതരത്തിനും തുല്യ പരിഗണന. കോൺഗ്രസ് ഒഴിവാക്കിയതും ചേർത്ത് പുതിയ മാർഗനിർദ്ദേശം. തിരുവനന്തപുരം പേയാടിന് സമീപം സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ വിളപ്പിൻശാല പോലീസ് പിടികൂടി. സുരക്ഷാ കൈവരി കണ്ണിൽ തട്ടി ബാലകന് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന ആരോപണവുമായി മാതാപിതാക്കൾ. മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. മരത്തങ്കോട് MPM സ്കൂളിലെ ബസ് ഡ്രൈവറായ മധുവാണ് പിടിയിലായത്. ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെ മാത്രം സർക്കാരിന് ലഭിച്ചത് 75 കോടി രൂപ. ഷൊർണൂർ തടയണയിൽ നിന്ന് മാത്രം ഇതുവരെ നീക്കം ചെയ്തത് 10,000 ക്യൂബ് മണലാണ്. ചെട്ടിയാമ്പറമ്പ് പൂക്കുണ്ടിലെ അറയ്ക്കൽ ആന്റണി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് ചെട്ടിയാമ്പറമ്പ് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ദേവാലയത്തിൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 14,530 രൂപയും പവന് 1,16,240 രൂപയുമാണ്. ഇന്ന് 200 രൂപയാണ് പവന് കുറഞ്ഞത്. വെള്ളിക്ക് 300 രൂപയുമായി.
കേളകത്തെ ഇന്നത്തെ വില നിലവാരം: റബ്ബർ 208, ലോട്ട് 193, ഒട്ടുപാൽ 135, കുരുമുളക് 690, അടയ്ക്ക 400, കശുവണ്ടി 162, തേങ്ങ 60, കാപ്പിക്കുരു 205, ചിരട്ടപ്പാൽ 125. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.